തകർക്കും. അവരാ ഇവളെവിടെ പോയി കിടക്കണ്? എടാ ഗിരീശ, വല്ലാണ്ട് ദാഹിക്കുന്നടാ. നീ 2 ഇളനീരിങ്ങ് പറിച്ചാട്ടെ. നിങ്ങൾ മുണ്ടാണ്ട് അവിടെ ആജിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോൾ ആജിക്ക നിസ്കരിക്കാൻ വേണ്ടിട്ട് പോകും. ആ സമയത്ത് നമുക്ക് പറിക്കാം കേട്ടാ. ഇപ്പൊ ഇങ്ങനെ കുറച്ച് വെള്ളമല്ലേ വേണ്ടേ? ഞാൻ വെള്ളം അവിടെ പോയിട്ട് മേടിച്ചിട്ട്. നീ കുറച്ച് വെള്ളം ഇങ്ങ് വാങ്ങും. ആജിക്ക കാണണമെന്നില്ലല്ലോ. നീ വരുന്നവരെ ഞാൻ കുറച്ച് സമയം ഇരിക്കട്ടെ. നോക്കണേ. നല്ല ചെന്തങ്ങിന്റെ ഇളനീരേനു. ഇപ്പൊ നല്ല പാകത്തിനുള്ളതാ. ആ കാലമാടെ നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങ് പറിക്കേനു. പഴയതുപോലെ ഒന്നും നടക്കുന്നില്ല. ഉഷാറില്ലല്ലോ. ഇവളെവിടെ പോയി കിടക്കുന്നു? ആര്യാണ് ഇവള് കിടിലാന്നല്ലോ. ഇവളെ ഇത് ഇങ്ങനെ ഈ വെയിലത്തല്ലേ അലക്കുന്നേ? ഈ വെയിലത്തൊന്നും അലക്കാൻ പാടില്ല കേട്ടാ. ആജിക്ക വാഷിംഗ് മെഷീൻ ഒന്നും വാങ്ങി തന്നിട്ടില്ല. അതൊന്നും വാങ്ങി തരില്ല. നിങ്ങൾ ആജിക്കാന്റെ എത്രാമത്തെ ഓളാന്ന്? 3 കെട്ടിയല്ലേ പഹയെ? അല്ല ഇത് ഇങ്ങനെ അലക്കുന്നു? പിന്നെ ഇങ്ങനെ അലക്കിയ ഡ്രസ്സെല്ലാം കീറി പോവില്ലേ? ഇതൊന്നും അറിയില്ല. അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇങ്ങനെ വെറുതെ അടി കിട്ടാൻ പ്രശ്നമൊന്നുമില്ല. അനക്ക പ്രശ്നം ഇനി അതിങ്ങെടുത്തേ. ഇനി മെല്ലെ വരച്ചോ പറഞ്ഞുതരാം. വേണ്ട, ഞാൻ ചെയ്തോളൂ. ഈ കള്ള ഹിമാർ എവിടെ പോയിട്ട് കിടക്കുന്നു? വെള്ളത്തിന് പറഞ്ഞ ഇവനേടിയാ പോയേ? എടാ ഗിരീശ, ഒരു മിനിറ്റാ ഞാൻ വരുന്നേ. വരുവേ. വെള്ളം ഞാൻ കൊണ്ടത്തരാം. നിങ്ങൾക്ക് ഞാൻ നല്ല ലൈമാക്കിയിട്ട് കൊണ്ടത്തരാം. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോട്, ഞാൻ കൊണ്ടത്തരാം. പോയടത്തല്ലേ ഇത് തന്നെയാ പരിപാടി. നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ. നടക്കട്ടെ. ആ ചെല്ല് ഞാൻ കൊണ്ടത്തരാം. വെള്ളം ഞാൻ കൊണ്ടത്തരാം. ഒറ്റക്ക് വന്നാൽ വയ്യേനും പണിക്ക്. നാളെ മുതൽ നളിനേച്ചിനെ കൂട്ടാണ്ട് ഒറ്റക്ക് വരാം. ഓരോ എന്തെങ്കിലും കള്ളത്തരം പറയാം. എന്നാൽ എൻ്റെ പരിപാടി നടക്കും. അല്ലെങ്കിൽ എല്ലാത്തിനും കട്ടുറുമ്പായിട്ടുണ്ടാവും ഇത്. നീ എന്നൊന്നും മിണ്ടാതെ അവരെ കണ്ടിട്ടായിരിക്കും അല്ലേ? എൻ്റെ നാണം ഇങ്ങോട്ട് വാടി. അയ്യോ